ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കൂട്ട് ഒരു ചോറിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, അതിൻ്റെ അകത്ത് ആവശ്യത്തിൽ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു നേരം പലഹാരമൊന്നും ഇല്ലെങ്കിൽ മടിയൊക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ ഈ ചോറൊക്കെ ഉണ്ണാൻ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ എടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തോട്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഉള്ള കരിയാപ്പില ചോറെന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഞാനിത് ഇതിൻ്റെ അകത്ത് പരിപ്പ് ഒന്ന് കടുക് പൊട്ടിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉഴുന്നും ചേർത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് മൂത്തൊക്കെ വരണം. നല്ല മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ആവശ്യത്തിനുള്ള ഏത് പച്ചക്കറിയാണോ അതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഒത്തിരി മൂത്തൊന്നും വരണ്ട, ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ വേണം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം വെളുത്തുള്ളിയായിരുന്നു ചേർക്കേണ്ടത്, പക്ഷേ വെളുത്തുള്ളി ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തത്. അപ്പോൾ ഈ സവോള ചേർക്കുന്നതിന് മുന്നേ തന്നെ വെളുത്തുള്ളി ചേർക്കണേ. അതെന്നാണെന്നറിയാം, ഈ വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. അതായത് ഒരു ബ്രൗൺ കളറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു നെയ്യിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകത തന്നെയാണ്. ഈ സവോള ഇട്ടതിന് ശേഷം ആകുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് ആയില്ല. അപ്പം ഞാനത് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഓർക്കാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സവോള വഴത്താനിടും. സവോള വഴത്തി ഒരുവിധം ഒന്ന് വഴന്നു വന്നാൽ മതി. വഴന്നു വരുമ്പോൾ വഴരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി അങ്ങ് ചേർത്തിട്ട് വഴത്തി കൊടുക്കാം. കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പിന്നെ ബാക്കി ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അതൊക്കെ ഇത് ഈ പിള്ളേരുടെ ഭക്ഷണത്തിനൊപ്പം ചെല്ലുമ്പോൾ നല്ലതാണല്ലോ. വേറെ കറികളൊന്നും വേണ്ട വരികയില്ല ഇതിങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ. ഞാൻ പയർ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നെയ്യൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടിയൊക്കെ ആണെങ്കിലേ മടിയില്ലാതെ അവർ കഴിച്ചോളും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി 2-3 വറ്റൽമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കരിയാപ്പലയും കൂടി ചേർത്ത് ഒന്ന് വഴത്തിയതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ആവിക്ക് വെക്കാം. അധികം നേരം ഒന്നും വെക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പയറൊക്കെ ഒന്ന് വെന്തോന്ന് തോന്നി കഴിയുമ്പം നമുക്ക് അന്നേരം തന്നെ നമുക്ക് അടുത്തത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി, ഒത്തിരി വലിപ്പത്തിൽ വേണ്ട. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഒന്നിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ചോറിന് ചേർക്കുന്നില്ല, അപ്പോൾ അത്യാവശ്യം ഉപ്പ് ഇതിൽ തന്നെ വേണം. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചേർത്ത് പിന്നെ ഇച്ചിരി ഒരു കാണാനൊരു കളറിന് വേണ്ടി ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണെങ്കിലും മതി. ഒത്തിരി എരിവാകി കഴിയുമ്പോൾ പിന്നെ പിള്ളേർക്ക് കഴിക്കാനൊരു മടിയാവും. അതും കൂടി ഒന്ന് ഇട്ട് ആവിക്ക് വെച്ചിട്ട് ഇപ്പോൾ തണുത്ത ചോറായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം ഇട്ട് മൂടി വെക്കുന്നത്. അല്ല നമ്മൾ ചൂടുള്ള ചോറാണെങ്കിൽ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ തീയിലൊന്ന് നമ്മൾ ഒരു 2 മിനിറ്റ് നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ എല്ലാം ആ മണവും ഇതെല്ലാം അങ്ങോട്ട് തക്കാളിയുടെ ഇതൊക്കെ അങ്ങ് വന്നു കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ചെറു തീയിലിട്ട് കഴിയുമ്പോൾ തന്നെ ചൂടായിട്ടുണ്ടാവും. അന്നേരം തന്നെ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടി കരിഞ്ഞൊക്കെ പിടിച്ച് ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ നമ്മുടെ കരിയാപ്പില ചോറ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.